ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് വെച്ചാൽ ഒരു പോളികാർബണിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ സൈറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് തന്നെ വരും. അപ്പോൾ അവർക്ക് അർജൻറ്റാണെന്ന് പറഞ്ഞ കാരണം നമ്മളിപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും വന്ന് നമ്മളിവിടെ എത്തി. നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 9 മണി ആയപ്പോഴേക്കും ഇവിടെ റീച്ചായി. അപ്പോൾ ഇവിടുത്തെ കടകളൊരു 10:30 ആയപ്പോഴേക്കും തുറന്നത്. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു 11:30 ആയപ്പോഴേക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫ്രെയിമിൻ്റെ പരിപാടികളൊക്കെ ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാ. അപ്പോൾ ഒരു 1:30 മണിയായപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്ത് പോകണം. നമുക്ക് വരലൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ വരലിൻ്റെ റൂമൊക്കെ എടുക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഫ്രെയിമിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ് ഗ്രൈൻഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റിങ് മാത്രം ഇത്തിരി ടൈം എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മാക്സിമം 1 മണിക്കൂറെങ്കിലും കഴിയേണ്ടത് നമുക്ക് ഫ്രെയിം എടുത്ത് വെക്കാനും പറ്റില്ല. വൈറ്റ് പെയിൻ്റ് ആയിരുന്നു നല്ലോണം വലിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ കൈയൊക്കെ പിടിക്കുമ്പോൾ അവിടെ പാടൊക്കെ വരും. അപ്പോൾ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിക്ക്. അപ്പോൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിയാറായി. വൈറ്റ് പെയിൻ്റ് ആയാലും നമ്മളൊരു മാക്സിമം ഒരു 3 കോട്ടെങ്കിലും അടിക്കണം. എന്നാലേ ആ ഒരു വൈറ്റ് പെയിൻറ്റിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. ബ്ലാക്ക് ഒക്കെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഒരു ഫസ്റ്റ് കോട്ടിൽ തന്നെ ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. വൈറ്റ് ആയ കാരണം ഒരു 3 കോട്ട് ഒക്കെ മിനിമം അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് പെയിൻറ്റിൻ്റെ ഫ്രെയിമൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ കയറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ടൈം ലാപ്സ് വെച്ചാണ് അപ്പോൾ വീഡിയോ എടുത്താക്കണത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നൊരു പോർഷനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ മുകളിൽ കയറ്റി എല്ലാം നല്ല രീതിക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് വെൽഡ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാവരും ഫോളോ ചെയ്യുക. യൂട്യൂബും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വർക്ക് ഓൾ കേരള നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓൾ കേരള നമ്മൾ വന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓരോ സ്ഥലങ്ങളിലും ഓരോ റേറ്റ്. നമ്മൾ ദൂരെ കൂടുതലും പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിലും വന്നിട്ട് നമുക്ക് റെയിൻ ഡ്രോപ്സിൻ്റെ അവർക്ക് ഗ്രേ തന്നെ ഷീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്രേയുടെ ഷീറ്റ് ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എന്നിട്ട് എറണാകുളത്ത് നിന്ന് തന്നെ ഷീറ്റ് എടുത്തത്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എറണാകുളത്ത് നിന്നിട്ട് അവിടെ നിന്ന് സെപ്പറേറ്റ് ഷീറ്റ് വരുത്തിച്ചതാണ്. ഇവിടുത്തെ കടകളിലൊന്നും ഇല്ല. ഇവിടെ എല്ലാം ക്രിസ്റ്റലൊക്കെ ആയിരിക്കണത്. അപ്പോൾ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ വ്യൂ എന്ന് പറയണത്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്താലും നമുക്ക് വീഡിയോ എടുക്കണതിന് നമുക്കൊരു പരിമിതികളുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനും പറ്റില്ല. എല്ലാവരും വർക്കിലായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലത്തെ വർക്കുകളും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.